നമസ്കാരം. ഡൽഹിയിൽ ജന്തർ മന്ദറിലൊരു രണ്ടാം മഹാത്മാഗാന്ധി പട്ടിണി കിടക്കുന്നു എന്ന് നമ്മുടെ മുഖ്യധാരാ മാധ്യമങ്ങൾ കുറച്ച് നാളായി അലമുറയിട്ടുകൊണ്ടിരിക്കുന്നു. 18-ാം ദിവസമാണ്, 19-ാം ദിവസമാണ്. അദ്ദേഹത്തിൻ്റെ BP കുറഞ്ഞു, ഷുഗർ കുറഞ്ഞു, അദ്ദേഹം അത് ഇപ്പോൾ തട്ടിപ്പോവും എന്നൊക്കെ വാർത്ത പറയുന്നുണ്ട്. ആളെ പ്രേക്ഷകർക്കറിയാം. സോനം വാങ്ചുക് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം അവിടെ നിരാഹാരം കിടന്നോട്ടെ, ചുമ്മാ ഡയറ്റിങ്. ഒരു 8 കിലോ കുറഞ്ഞു. ഇടയ്ക്ക് പ്രോട്ടീൻ ഷേക്കൊക്കെ അടിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ അത് കഴിഞ്ഞ് ഡൽഹി പോലീസ് ഒരു 8ൻ്റെ പണി കൊടുത്തു. കൊണ്ടൊരു ക്യാമറ കൃത്യമായിട്ട് അദ്ദേഹത്തെ ലക്ഷ്യമിട്ട് തന്നെ വെച്ചിട്ടുണ്ട്. അത് അവിടെയുള്ള പാറ്റകൾ പലരും പോലീസുകാരോട് കയർക്കുന്നതിൻ്റെ ഒരു ദൃശ്യം ഞാൻ പ്രേക്ഷകരെ കാണിക്കാം. ആ ക്യാമറ അവിടുന്ന് എടുത്ത് മാറ്റണം, അദ്ദേഹം അവിടെ പട്ടിണി കിടന്ന് നട്ടലൊട്ടി പിടിക്കുകയാണ്, മാറ്റണം. പോലീസുകാർ വളരെ ശാന്തരായിട്ട് നടക്കില്ല എന്ന് പറഞ്ഞാൽ ആ ദൃശ്യം ഒന്ന് പ്രേക്ഷകർ കണ്ടു നോക്കൂ. അതല്ല നമ്മുടെ വിഷയം, എന്നാലും ആ ഒരു കൗതുകകരമായ ദൃശ്യം പ്രേക്ഷകരൊന്ന് കണ്ടു നോക്കൂ. അത് കഴിഞ്ഞ് നമുക്ക് തുടരാം, നമ്മുടെ പ്രധാന വിഷയത്തിലേക്ക് വരാം. अरे आपका कैमरा सामने लगा हुआ है सर, तो सामने वाला कैमरा हटा दीजिए, सामने वाला कैमरा हटा दीजिए। कैमरा हटा दो, वो कुछ खा रहा है तो पब्लिक देख रही है। अब कैमरा हट जाएगा तो कुछ नहीं दिखाई देगा, तो कैमरा हटा दो। तो चक्कर भी आ रहे हैं, सही बोल रहे हैं, ये सारी पोल बोल रही है। कैमरा हटा दो, पुलिस साहब कैमरा हटा दो। आपके कैमरे, अरे हटाने से क्या मिलेगा आपको? अरे दूध किसने ले गया यार आपको? मैं हाथ लो रहा हूँ भाई, क्या उस इंसान की जान लेते तुम लोग यहाँ? तो क्या कर रहे हो? क्या लगा रखा है ये? तो कैमरा यहाँ क्या कर रहा है आपका? सामने वाले को कैमरा क्या कर रहा है? क्या क्या करना है? सामने वाले कैमरा हटा दीजिए, तुम हटा दे दो। सामने वाले कैमरा हटा दीजिए। कैमरा वाला सामने वाले कैमरा हटा दीजिए। एक सेकंड, यहाँ पर कितने सारे लोग आपको अरे ये बात एक बार आएगी ना, कॉमन सेंस नाम की चीज होती है ना सर। अरे अरे अभी है मेरे बाप, अभी है। ആ വീഡിയോ കണ്ടല്ലോ. ഇതാണ് അവിടുത്തെ ഒരു അവസ്ഥ. അടിസ്ഥാനപരമായിട്ട് പറയാൻ വന്നത് ഈ വീഡിയോയുമായിട്ട് നേരിട്ട് ബന്ധമുള്ളതല്ല. ഈ പട്ടിണി കിടക്കുന്ന സോനം വാങ്ചുക് ഈ മാധ്യമങ്ങൾ പറയുന്ന ആളല്ല. മാധ്യമങ്ങൾ ഇയാളെ വാഴ്ത്തുന്നത് ഒരു ഉപജ്ഞാതാവ്, ശാസ്ത്രജ്ഞൻ, എൻജിനീയർ, ഒരുപാട് കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ളയാൾ ഒന്നുമല്ല. ഇയാളുടേതായിട്ട് ഉള്ള കണ്ടുപിടുത്തം അല്ലെങ്കിൽ ഇയാളുടേതായിട്ടുള്ള എന്തെങ്കിലും ഒരു സാങ്കേതിക വിദ്യാ വികസനം എന്നുള്ളത് അയാൾ നടത്തുന്ന ഒരു സ്കൂളിൽ നിന്ന് ഐസ് തൂപ എന്നൊരു പ്രക്രിയ ഇയാൾ വികസിപ്പിച്ചെടുത്തിട്ടുണ്ട്. അത് സ്വന്തമായ ഉപജ്ഞാതാവല്ല, അദ്ദേഹത്തിൻ്റെ ഒരു കണ്ടുപിടുത്തമല്ല. പക്ഷേ വർഷങ്ങളായി നിലനിന്നിരുന്ന ഈ ഹിമാലയൻ മലനിരകളിൽ നിലനിന്നിരുന്ന ഒരു സാങ്കേതിക വിദ്യയെ വികസിപ്പിച്ച് അതിൻ്റെ ഒരു സാധ്യത വലുതാക്കി എന്നുള്ളതാണ്. ഐസ് തൂവ ചെയ്യുന്നത് ഈ ഗ്ലേസിയറുകളുണ്ടല്ലോ, മഞ്ഞുപാളികൾ, അതിനെ ഉരുക്കി ഡ്രെയിൻ ചെയ്തെടുത്ത് അതിൻ്റെ ഉള്ളിൽ നിന്ന് ജലത്തെ ഊറ്റിയെടുത്ത് അത് കൃത്യമായിട്ട് ഇറിഗേഷനും ജലസേചനത്തിനും മറ്റുപയോഗങ്ങൾക്കുമായി ശുദ്ധജലമാക്കി മാറ്റുവാനുള്ള പ്രക്രിയകൾക്കുമായി ഉപയോഗിക്കുക എന്നുള്ളത് ഇത് കാലാകാലങ്ങളായി പർവ്വതനിരകളിൽ നമ്മുടെ നാട്ടിൽ ജനങ്ങൾ ചെയ്തുകൊണ്ട് വന്നിരുന്നതാണ്. അദ്ദേഹത്തിൻ്റെ സ്വന്തം കണ്ടുപിടുത്തമല്ലത്. കണക്കിന് വർഷങ്ങളായി നിലനിന്നിരുന്ന ഒരു സാങ്കേതികവിദ്യ ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് വികസിപ്പിച്ചെടുത്തു. ഇതുകൊണ്ട് ആർക്കെങ്കിലും പ്രയോജനമുണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ കൃത്യമായിട്ട് ഒരിക്കൽ മാത്രം സിക്കിമിൽ ഈ വലിയ പെട്ടെന്നുണ്ടാകുന്ന പൊടുന്നനെ ഉണ്ടാകുന്ന വെള്ളപ്പൊക്കം ഒഴിവാക്കുവാനായിട്ട് അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ ഇത്തരത്തിലൊരു നടപടി ചെയ്ത് ഗുണമുണ്ടാക്കിയെന്ന് അദ്ദേഹം അവകാശപ്പെടുന്നു. പക്ഷേ അതിനുശേഷം ആദ്യം അദ്ദേഹം കുറച്ച് നേരം അദ്ദേഹത്തിൻ്റെ സംഘവും ഈ മഞ്ഞുപാളികളിൽ നിന്ന് ജലമൂറ്റുന്ന പ്രക്രിയ ചെയ്തു. പിന്നീട് ആധുനിക സാങ്കേതികവിദ്യ ഉപയോഗിച്ച് മറ്റു മാർഗങ്ങളിലൂടെയാണെന്ന് അവിടുത്തെ വെള്ളപ്പൊക്കം ഒഴിവാക്കിയത്. അതൊരു വശത്ത് നിൽക്കട്ടെ. ഈ ഐസ് തൂബ അല്ലാതെ സോനം വാങ്ചുക്കിൻ്റെ പേരിൽ കണ്ടുപിടുത്തങ്ങളൊന്നുമില്ല. പക്ഷേ ഇവർ ഈ ശാസ്ത്രജ്ഞനൊക്കെയായിട്ട് ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ പേര് സ്ഥിരമായി പറയുന്ന മറ്റൊരു സോനം വാങ്ചുക്കുണ്ട്. പലപ്പോഴും ഇവർ ചെയ്യുന്നത് ആ സോനം വാങ്ചുക്കിൻ്റെ കണ്ടുപിടുത്തങ്ങളെല്ലാം എടുത്ത് ഈ പട്ടിണി കിടക്കുന്ന സോനം വാങ്ചുക്കിന്, ഡയറ്റിംഗ് കിടക്കുന്ന സോനം വാങ്ചുക്കിൻ്റെ ചാർത്തി കൊടുക്കുക എന്നുള്ളതാണ്. അത് പറയാതെ പറയുകയാണ് ചെയ്യുന്നത്. ആ സോനം വാങ്ചുക്ക് എന്ന് പറയുന്നത്
ICIMOD, ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഇന്ത്യൻ മൗണ്ടൻ ഡെവലപ്മെൻറ്റ് എന്നുള്ള സംഘടനയിലാണ്. ഇൻ്റർനാഷണൽ സെൻറ്റർ ഫോർ ഇൻ്റഗ്രേറ്റഡ് മൗണ്ടൻ ഡെവലപ്മെൻറ്റ്, ആ സംഘടനയ്ക്ക് വേണ്ടിയിട്ടാണ് അദ്ദേഹം കൂടുതൽ പ്രവർത്തിച്ചിട്ടുള്ളത്. ആ സംഘടനയിൽ തന്നെയാണ് PhD ഒക്കെ എടുത്ത അദ്ദേഹത്തിൻ്റെ ഒരു ക്വാളിഫിക്കേഷൻ, അദ്ദേഹത്തിൻ്റെ ഒരു റെസ്യൂമെ ഞാൻ പ്രേക്ഷകരുടെ മുമ്പിലൊന്ന് ഹ്രസ്വമായി അവതരിപ്പിക്കാം. ഈ ICIMODയിലെ സോനം വാങ്ചുക്ക് ഈസ് എ cryosphere specialist at International Center for Integrated Mountain Development, working within the climate and environmental risk action area. പ്രധാനമായിട്ട് കാലാവസ്ഥയും ആവാസ വ്യവസ്ഥയും അതിൻ്റെ അവ നേരിടുന്ന വെല്ലുവിളികളെ സംബന്ധിച്ച് ഗവേഷണം നടത്തുന്ന ഒരു ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഫിസിക്കൽ ജിയോഗ്രഫിയിൽ PhD ഉണ്ട്. അത് യൂണിവേഴ്സിറ്റി ഓഫ് സെയിൻറ്റ് ആൻഡ്രൂസ് UK നിന്നും യൂണിവേഴ്സിറ്റി ഓഫ് സൂറിക്കിൽ നിന്നും ഇതേ വിഷയത്തിൽ തന്നെ മറ്റൊരു PhDയും അദ്ദേഹം എടുത്തിട്ടുണ്ട്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിന് MSc ഉണ്ട്. എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിംഗ് എന്ന വിഷയത്തിൽ MSc നേടിയിട്ടുണ്ട്. വാർസോ യൂണിവേഴ്സിറ്റി ഓഫ് ടെക്നോളജി, പോളണ്ടിലുള്ള, അവിടെ നിന്നാണ് ഈ എൻവയോൺമെൻറ്റൽ എഞ്ചിനീയറിങ്ങിലുള്ള MSc അദ്ദേഹം കരസ്ഥമാക്കിയത്. ICIMODയിൽ അദ്ദേഹം ജോലിക്ക് ചേരുന്നതിന് മുമ്പ്, അല്ലെങ്കിൽ ഗവേഷകനായി ചേരുന്നതിന് മുമ്പ്, പോസ്റ്റ് ഡോക്ടോറിയൽ റിസർച്ച്, ഈ PhDക്ക് മുമ്പുള്ള ഗവേഷണങ്ങൾ നിരവധി അദ്ദേഹം നടത്തിയിരുന്നു. അത് പ്രധാനമായിട്ട് ഇൻ്റർഫെറോമെട്രിക് സിന്തറ്റിക് അപ്പാർച്ചർ റഡാർ എന്ന വിഷയത്തിലായിരുന്നു. INSAR എന്ന ബ്രിജെ യൂണിവേഴ്സിറ്റി ആംസ്റ്റർഡാമിൽ. അദ്ദേഹത്തിൻ്റെ പ്രധാന പ്രവർത്തന മേഖല എന്ന് പറയുന്നത് ഈ ഉപഗ്രഹങ്ങൾ ഉപയോഗിച്ച് ഈ കാലാവസ്ഥാ വ്യതിയാനവും ചൂടിൻ്റെ താപവർദ്ധനവും ഒക്കെ ഹിമാലയൻ മലനിരകളെയും മറ്റ് മഞ്ഞ് മൂടിയ മലനിരകളും ഉരുകുന്നതിൻ്റെയും അവിടെയിൽ വരുന്ന മാറ്റങ്ങളെയും നിരീക്ഷിച്ച് പഠന വിധേയമാക്കുക, അതിൻ്റെ പ്രതിവിധികൾ കണ്ടെത്തുക, അതിൻ്റെ പരിസ്ഥിതി ആഘാതമൊക്കെ പഠിക്കുക എന്നുള്ളതാണ്. ഇത്തരത്തിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ, നിരവധി മേഖലകളിലെ റിസർച്ച് പേപ്പറുകൾ, ഇവയെല്ലാം ഈ സോനം വാങ്ചുക്കിൻ്റെ പേരിലുണ്ട്. ഡോക്ടർ സോനം വാങ്ചുക്കിൻ്റെ, പട്ടിണി കിടക്കുന്ന, ഡയറ്റിംഗ് കിടക്കുന്ന സോനം വാങ്ചുക്കിൻ്റെ അല്ല. ഇപ്പോൾ പറയാൻ വന്ന കാര്യം, ഈ സോനം വാങ്ചുക്ക്, ഡോക്ടർ സോനം വാങ്ചുക്ക്, ICIMODയിലെ ഡോക്ടർ സോനം വാങ്ചുക്ക്, അദ്ദേഹത്തിൻ്റെ പേരിലുള്ള റിസർച്ച് പേപ്പറുകൾ, പ്രത്യേകിച്ച് ബ്രിജെ യൂണിവേഴ്സിറ്റി ആംസ്റ്റർഡാം ഡോക്ടർ സോനം വാങ്ചുക്ക് എന്ന് നിങ്ങൾ ഗൂഗിളിൽ വെറുതെ ഒന്ന് തിരഞ്ഞാൽ നിരവധി റിസർച്ച് പേപ്പറുകളും അദ്ദേഹത്തിൻ്റെ ഗവേഷണ സംബന്ധിയായിട്ടുള്ള വിവരങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭ്യമാകും. പക്ഷേ ഡയറ്റിംഗ് കിടക്കുന്ന സോനം വാങ്ചുക്കിൻ്റെ പേരിൽ ഒരു ഗവേഷണ സംബന്ധിയായ പേപ്പർ പോലും നിങ്ങൾക്ക് കണ്ടുപിടിക്കുവാൻ സാധിക്കില്ല. ഈ വാഴ്ത്തിപ്പാടുന്ന മീഡിയകൾക്കും ദൃശ്യമാധ്യമങ്ങൾക്കും ഒന്നും നിങ്ങളുടെ മുമ്പിൽ അത്തരത്തിലൊരു ആധികാരികമായ വ്യാജമല്ലാത്തൊരു പേപ്പർ അവതരിപ്പിക്കുവാൻ സാധിക്കില്ല. ഡയറ്റിംഗ് കിടക്കുന്ന സോനം വാങ്ചുക്കിൻ്റെ പേരിൽ അവർ ചെയ്യുന്നത് കൃത്യമായിട്ട് നിലവിലുള്ള ഡോക്ടർ സോനം വാങ്ചുക്കിൻ്റെ, ശരിക്കും ഒരു ജീനിയസ് എന്ന് തന്നെ വിളിക്കാവുന്ന ഡോക്ടർ സോനം വാങ്ചുക്കിൻ്റെ നിരവധി ശാസ്ത്രമേഖലയിൽ നിരവധി കണ്ടുപിടുത്തങ്ങൾ നടത്തിയിട്ടുള്ള, നിരവധി ഗവേഷണങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയുടെ നേട്ടങ്ങളുടെ പട്ടികയെടുത്ത് പേര് പറയാതെ, അല്ലെങ്കിൽ അങ്ങനെ ഒരു സൂചന പോലെ എടുത്ത് നൈസായിട്ട് എന്ന് പറയില്ലേ, ആ രീതിയിൽ പട്ടിണി കിടക്കുന്ന, ഡയറ്റിംഗ് കിടക്കുന്ന സോനം വാങ്ചുക്കിന് ചാർത്തി കൊടുക്കുക എന്നുള്ളതാണ്. സോനം വാങ്ചുക്ക് ആവട്ടെ അതൊന്നും നിഷേധിക്കുന്നതുമില്ല. ഏറ്റവും രസകരമായിട്ടുള്ള കാര്യം, കുറേ കാലം ഈ 3 Idiots എന്ന സിനിമയിലെ അമീർ ഖാൻ്റെ കഥാപാത്രം ഈ ഡയറ്റിംഗ് കിടക്കുന്ന സോനം വാങ്ചുക്കിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടാണ് എഴുതപ്പെട്ടത് എന്നുള്ളൊരു കിംവദന്തി പരന്നിരുന്നു. ഈ കഴിഞ്ഞ ദിവസം അമീർ ഖാൻ പറഞ്ഞിട്ടുണ്ട്, അങ്ങനെയല്ല, ഞങ്ങൾക്ക് ആ സമയത്ത് ഈ സോനം വാങ്ചുക്കിനെ അറിയുക പോലും ഇല്ലായിരുന്നു. ഈ പാറ്റകളെല്ലാം കൂടി അതിന് വലിയ ബഹളമുണ്ടാക്കിയിട്ടുണ്ട്. ഈ സമയത്ത് അത് വലിയ, അങ്ങനെ പറയണ്ടായിരുന്നു, മോശമായിപ്പോയി. അടിസ്ഥാനപരമായിട്ട് ഈ സോനം വാങ്ചുക്ക് എന്നുള്ളത് ഒരു ആക്ടിവിസ്റ്റാണ്, പൊളിറ്റിക്കൽ ആക്ടിവിസ്റ്റാണ്, പരിസ്ഥിതി പ്രവർത്തകനാണ്. സാമൂഹ്യ പ്രവർത്തകൻ എന്ന് ഞാൻ പറയില്ല. അടിസ്ഥാനപരമായിട്ട് ഇടക്കാലത്തൊരിക്കൽ ട്രെൻഡിൽ നിൽക്കാൻ വേണ്ടി ഈ ചൈനയ്ക്ക് നേരെ ചൈനീസ് ഉൽപ്പന്നങ്ങളുടെ ഒരു ബഹിഷ്കരണം ആസൂത്രണം ചെയ്തു എന്നുള്ളതല്ലാതെ അടിമുടി ഒരു ചൈന ഏജൻ്റാണ്. ലഡാക്കിൽ ചൈനയ്ക്ക് വേണ്ടി പ്രശ്നങ്ങൾ ഉണ്ടാക്കുവാനായി ഈ അടുത്തിടയ്ക്ക് തന്നെ യുവാക്കളെ പറഞ്ഞു തിരിച്ച് യുവാക്കളുടെ ഇടയിൽ ആശയക്കുഴപ്പമുണ്ടാക്കി അവരെ തെരുവിലിറക്കി പോലീസ് വെടിവെപ്പിൽ കലാശിക്കുന്ന ഒരു സംഭവം ഇയാൾ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയിരുന്നു. അതിൻ്റെ പേരിൽ കുറേ കാലം ജയിലിൽ കിടന്ന് അവസാനം ഇനി ഞാൻ ആ പ്രദേശത്ത് തന്നെ ഇത്തരത്തിലുള്ള പ്രവർത്തികൾ ചെയ്യില്ല എന്നുള്ള മാപ്പപേക്ഷ എഴുതി കൊടുത്ത് ജയിലിൽ നിന്ന് പുറത്തിറങ്ങി ഇപ്പോൾ പാറ്റകൾ വന്നപ്പോൾ പാറ്റകൾക്ക് വേണ്ടി അവിടെ ചെന്ന് പെട്ടുകിടക്കുകയാണ്. കാരണം
അയാളവിടെ ഡയറ്റിങ് കിടക്കുന്നു. ഈ അഭിഷേക് ദിപ്കെ എന്നൊക്കെ പറയുന്ന പാറ്റകൾ ചുറ്റുമിരുന്ന് സമോസ, കച്ചോരിയൊക്കെ അടിച്ച് ഇയാൾക്ക് 8 കിലോ കുറഞ്ഞെന്ന് പറയുന്നു. അഭിഷേക് ദിപ്കയ്ക്ക് ഏതാണ്ട് 80 കിലോ കൂടിയിട്ടുണ്ടാവും വന്ന ദിവസം മുതൽ. എന്തായാലും ഡൽഹി പോലീസ് അത് കൈകാര്യം ചെയ്യുന്നുണ്ട്. ഈ നിരാഹാരമല്ല വിഷയം. നിരാഹാരം സംബന്ധിച്ച് ഇന്ന് മറ്റൊരു വീഡിയോയും ചെയ്യുന്നുണ്ട്. ഈ വാങ്ചുക്കിനെ ഗാന്ധിയുമായിട്ട് ഉപമിച്ചൊരു ജാതികുമാരൻ ഇറങ്ങിയിട്ടുണ്ട് നമ്മുടെ. അതും പ്രേക്ഷകരൊന്ന് കാണുക. ഈ വിഷയത്തിൽ ഈ സോനം വാങ്ചുക്കിനെ കുറിച്ച് ഇപ്പോൾ പറഞ്ഞത് അടിസ്ഥാനപരമായിട്ട് ഇയാളൊരു തട്ടിപ്പുകാരനാണ്. അതിൻ്റെ മറ്റൊരു കാരണം, അങ്ങനെ പറയുവാനുള്ള മറ്റൊരു കാരണം, ഈ സോനം വാങ്ചുക്ക് എന്നുള്ള പേര് ഇയാൾ എപ്പോൾ എങ്ങനെ സ്വീകരിച്ചു എന്നുള്ളതിനെക്കുറിച്ച് ഒരു ഉറപ്പുമില്ല. ഞാൻ ഇയാളുടെ അച്ഛൻ്റെയും അമ്മയുടെയും പേര് വായിക്കാം. ഇയാളുടെ പിതാവിൻ്റെ പേര് സോനം വാങ്കിയാൽ, WANGYAL. മാതാവിൻ്റെ പേര് ടെസറിങ് വാങ്മോ, WANGMO. പിന്നെ ഇയാളെങ്ങനെ വാങ്ചുക്കായി എന്നുള്ളത് സംശയമാണ്. പിന്നെ ഒരു വ്യാജ പേര്, ഇനിയിപ്പോൾ മറ്റേ സോനം വാങ്ചുക്കിൻ്റെ പ്രശസ്തി തൻ്റെ പേരിൽ കിടക്കട്ടെ എന്നുള്ളൊരു ദുരുദ്ദേശത്തോടു കൂടി ആ പേര് തന്നെ ഇദ്ദേഹം അടിച്ചു മാറ്റിയതാണോ എന്ന് എനിക്കറിയില്ല. അടിസ്ഥാനപരമായിട്ട് ഈ നമ്മുടെ നാട്ടിലുള്ള സാമൂഹ്യ പ്രവർത്തകർ, പരിസ്ഥിതി പ്രവർത്തകർ, മാധ്യമ പ്രവർത്തകർ എന്ന മുഖം മൂടി അണിഞ്ഞു നടക്കുന്ന രാജ്യവിരുദ്ധർക്കെല്ലാം ലഭിക്കുന്ന അല്ലെങ്കിൽ ലഭിക്കുവാൻ സാധ്യതയുള്ള രാമൻ മാഗ്സസെ അവാർഡ് ഉൾപ്പെടെയുള്ള പല പുരസ്കാരങ്ങളും ഇയാളെയും തേടിയെത്തിയിട്ടുണ്ട്. രാജ്യവിരുദ്ധതയ്ക്ക് വേണ്ടി പുറത്തു നിന്നുള്ള ശക്തികൾ നിർലോഭം വാരിക്കോരി കൊടുക്കുന്ന ഒരു പുരസ്കാരമാണ്, അല്ലെങ്കിൽ പുരസ്കാരങ്ങളിലൊന്നാണ് ഈ മാഗ്സസെ അവാർഡ്. നമ്മുടെ രവീഷ് കുമാറിനെ പോലുള്ള മാധ്യമ പ്രവർത്തകർക്കും, അദ്ദേഹത്തെയൊക്കെ മാധ്യമ പ്രവർത്തകൻ എന്ന് വിളിച്ചാൽ മറ്റുള്ള യഥാർത്ഥ മാധ്യമ പ്രവർത്തകരെ എന്ത് വിളിക്കണമെന്നുള്ളതിനെ സംബന്ധിച്ചൊരു സംശയം നമ്മുടെ മനസ്സിൽ ഉയരും. അത് വിട്ടേക്കു തൽക്കാലത്തേക്ക്. പക്ഷേ സോനം വാങ്ചുക്കിനെ പോലുള്ള രാജ്യവിരുദ്ധർ അടിസ്ഥാനപരമായിട്ട് ഇപ്പോൾ അവരുടെ ഉപജീവനം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇത്തരത്തിലുള്ള രാജ്യവിരുദ്ധത നിറഞ്ഞ സാമൂഹിക പ്രവർത്തനങ്ങളിലൂടെയാണ്. അതിൻ്റെ പേരിൽ പക്ഷേ സോനം വാങ്ചുക്ക് ഇപ്പോൾ വന്ന് പെട്ടുപോയിരിക്കുകയാണ്. കാരണം ചുറ്റുമിരുന്ന് ഈ അഭിഷേക് ദിപ്കെ പോലുള്ളവന്മാർ ഒരു മനസാക്ഷിയുമില്ലാതെ നല്ല സമോസയൊക്കെ സോസിൽ മുക്കി കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ സോനം വാങ്ചുക്ക് തുപ്പൽ പോലും ഇറക്കാതെ അവിടെ കിടക്കുകയാണ്. ഞാൻ ആദ്യമേ പറഞ്ഞിരുന്നു, ഇടയ്ക്ക് തുടങ്ങിയ സമയത്ത് രഹസ്യമായിട്ട് പ്രോട്ടീൻ ഷെയ്ക്കും ഒക്കെ കഴിച്ചിരുന്നു, ജലം കഴിക്കാം, ഇത് നീരാഹാരം കഴിക്കാം എന്നൊക്കെയുള്ള വാദം പറഞ്ഞു. പക്ഷേ ഡൽഹി പോലീസ് ക്യാമറ കൊണ്ടുവച്ചതിന് ശേഷം എന്തായാലും അതും നിവർത്തിയില്ല. 24 മണിക്കൂറും നല്ല ഒരു സിനിമാ സെറ്റിൽ പോലും കാണാത്തത്ര ഭംഗിയുള്ള ലൈറ്റിംഗ് ഒക്കെ വെച്ച് ഡൽഹി പോലീസ് നല്ല ക്യാമറ സോനം വാങ്ചുക്കിൻ്റെ മുഖത്ത് തന്നെ കൊണ്ടുവച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് പലപ്പോഴും ഇപ്പോൾ തൂക്കിയെടുത്തുകൊണ്ട് പോകുന്നത്. ഇപ്പോൾ സോനം വാങ്ചുക്ക് പെട്ട് കിടക്കുന്നത് എങ്ങനെയെങ്കിലും ഈ നിരാഹാര സമരം ഒന്ന് അവസാനിപ്പിക്കണം. വെറുതെ അവസാനിപ്പിച്ചാൽ നാണം കെടും. അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ മഹുവ മൊയ്ത്രയും ശശി തരൂരുമൊക്കെ രംഗത്തെത്തിയിരിക്കുന്നത്. ഇത് നിരാഹാരം അവസാനിപ്പിക്കണം. മറ്റു ചിലർ വന്നിട്ടുണ്ട് ഗാന്ധിയുമായിട്ട് ഈ വാങ്ചുക്കിനെ ഉപമിച്ചുകൊണ്ട്. അത് നമുക്ക് മറ്റൊരു വിഷയമായിട്ട് ചർച്ച ചെയ്യാം. കാരണം അവിടെ ഗാന്ധിയുടെ നിരാഹാരങ്ങളും നമുക്കൊന്ന് പരിശോധിക്കേണ്ടതുണ്ട്. സോനം വാങ്ചുക്ക് എന്ന വ്യക്തി അടിസ്ഥാനപരമായിട്ടൊരു തട്ടിപ്പുകാരനാണെന്നുള്ള വിഷയം മനസ്സിലാക്കുക പ്രേക്ഷകർക്ക്. അല്ലെങ്കിൽ നിങ്ങളെ മനസ്സിലാക്കിക്കുക എന്ന് പറയുന്നത് തല്ലി മനസ്സിലാക്കുക, അല്ലെങ്കിൽ ഞാൻ പറയുന്നത് അങ്ങ് വിശ്വസിച്ചോളൂ എന്നുള്ള രീതിയിലല്ല ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് കണ്ടെത്താനായ തത്വമയി ന്യൂസ് മറ്റൊരു വാർത്താമാധ്യമങ്ങളിലും നിങ്ങൾക്ക് ഈ വിഷയം കാണുവാൻ സാധിക്കില്ല. കാരണം അവർ ബോധപൂർവമാണ് യഥാർത്ഥ ഡോക്ടർ സോനം വാങ്ചുക്കിൻ്റെ, ICIMODയിലെ ഡോക്ടർ സോനം വാങ്ചുക്കിൻ്റെ നേട്ടങ്ങൾ ഈ തട്ടിപ്പുകാരൻ്റെ മേൽ ചാർത്തി കൊടുക്കുന്നത്. അത് പ്രേക്ഷകരുടെ മുമ്പിലൊന്ന് അവതരിപ്പിക്കുക മാത്രമാണ് ഈ വീഡിയോയുടെ ലക്ഷ്യം. ഈ വിഷയത്തെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിങ്ങൾക്കറിയാമായിരുന്നു, നിങ്ങളിൽ എത്ര പേർക്കറിയാമായിരുന്നു യഥാർത്ഥ സോനം വാങ്ചുക്ക് ഈ ഡയറ്റിംഗ് കിടക്കുന്ന വ്യക്തിയല്ല, ഇതൊരു തട്ടിപ്പുകാരൻ മാത്രമാണ് എന്നുള്ള വിവരം നിങ്ങളിൽ എത്ര പേർക്കറിയാമായിരുന്നു? അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇതിന് എതിരെ പ്രതികരിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഈ വിഷയത്തെ സംബന്ധിച്ച് എന്തെങ്കിലും പ്രതികരണം നടത്തിയിട്ടുണ്ടോ? ഇപ്പോഴാണ് നിങ്ങളിത് അറിയുന്നതെങ്കിൽ ആ അറിവിനെ പ്രതിയുള്ള നിങ്ങളുടെ പ്രതികരണം എന്താണ്? എല്ലാം കമൻറ്റുകളിലൂടെ ഞങ്ങളുമായി പങ്കുവയ്ക്കുക. അങ്ങനെ സംവാദങ്ങൾ തുടരുക. ഒപ്പം വീഡിയോ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ പ്രിയപ്പെട്ടവരുമായി ഷെയർ ചെയ്യുക. തത്വമയി ന്യൂസിൻ്റെ യൂട്യൂബ് ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുക. അപ്പോൾ ഈ വിഷയത്തിലും മറ്റു വിഷയങ്ങളിലും സംവാദങ്ങൾ തുടരട്ടെ. വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം
ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.